ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആലുവ ശിവരാത്രി മണപ്പുറത്ത് പോയപ്പോൾ ഉള്ള വീഡിയോ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടാതിരുന്നത്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഞങ്ങൾ അന്ന് പോയിട്ട് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കാണുന്നത് കമ്മൽ വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ 2 കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്ന് പിന്നെ കുറേ റൈഡൊക്കെ വെച്ചിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്ന് കുറേ നേരം അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന റൈഡിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ആ ദിവസം തന്നെ. ആ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കുറേ ഉണ്ട്. കുറേ നമ്മൾ കണ്ടാലും മതിയാവില്ല. ഓരോ സ്ഥലത്തും നോക്കിയാൽ ഓരോ റൈഡാണ്. ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഈ കാണുന്നത്. ഇത് മറ്റേ മരണക്കിണർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇവിടെ ബൈക്ക് റേസിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു വലിയൊരു ഗൊറില്ല നിൽക്കുന്നത് കണ്ടു. പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു പാനിപ്പൂരിയുടെ കടയുണ്ടായിരുന്നു. പിന്നെ ഗൊറില്ലേനെ കണ്ടു. അടിപൊളിയായിരുന്നു. ഇത് ഇപ്പോൾ അനങ്ങണില്ല. ഇത് അനങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഡ്രംസ് കൊട്ടണ പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ അനങ്ങണില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ അനങ്ങുമായിരിക്കും. അപ്പോൾ എല്ലാവരും അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഈ കിണറിൽ നിന്ന് ഞങ്ങൾ കുറേ ഈ ബൈക്കിൻ്റെയൊക്കെ ശബ്ദം കേട്ട് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സമയമൊക്കെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ കുറച്ച് വൈകുന്നേരം ആയപ്പോഴാണ് പോയത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറേ നേരം സമയം കഴിഞ്ഞു. അപ്പോൾ മറ്റേ ഗൊറില്ല അനങ്ങി തുടങ്ങി കേട്ടോ. ഗൊറില്ല അനങ്ങി തുടങ്ങി, ഡ്രംസ് കൊട്ടാൻ തുടങ്ങി കേട്ടോ. കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗൊറില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഗുണ കേവ് ഇങ്ങനെ അവർ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഗുണ കേവെന്ന്. അതിൽ കയറിയൊന്നുമില്ല, പക്ഷേ പുറത്തുനിന്ന് കാണാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ആ സിനിമയിൽ ആ ഒരു അവരുടെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ ആ സിനിമയിലത്തെ കുറേ ഡയലോഗൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. അതൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. പുറത്തുനിന്ന് കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ ഞങ്ങളകത്തോട്ടൊന്നും കയറിയില്ല. അപ്പോൾ ഇതാണ് ഗുണ കേവ്. അപ്പോൾ അതിന് തന്നെ ഒരു വവ്വാലിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. കയറുന്നതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു റൈഡിൽ കയറുന്നത്. കയറാൻ മുമ്പ് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വളരെ സന്തോഷമൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ അത്രയും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. മിമ്മൂസ് കയറിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് അത്ര അറിയാം, പക്ഷെ അവൾ ഇത്ര സ്പീഡിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. കയറാൻ മുമ്പ് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. കയറിക്കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ പൊന്നേ കൂവി ഞങ്ങളുടെ ശബ്ദമായിരുന്നു തോന്നുന്നു അവിടെ കേൾക്കാനുള്ളതെന്ന്. ഞങ്ങൾ രണ്ടുപേരും അത്ര ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അടിപൊളിയായിരുന്നു.
ഒരു രക്ഷയില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഉള്ളിൽ തന്നെ പേടിച്ചു പോവും. അപ്പോൾ എല്ലാവരും ഇവിടെ ശിവരാത്രിയിൽ വരുമ്പോൾ ആലുവ മണപ്പുറത്ത് വരുമ്പോൾ എല്ലാവരും കയറണം. എക്സ്പീരിയൻസ് ആണ്, നല്ല അടിപൊളി സുരക്ഷിതമായിട്ടുള്ള റൈഡായിരുന്നു. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഡേ ആലുവ മണപ്പുറം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.